ഹായ് ഹലോ, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പൊന്മുടിയിലാണ്. പൊന്മുടിയിൽ ഹിൽ സ്റ്റേഷനിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. നമ്മൾ ഇവിടെ നിന്നാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. ഒരാൾക്ക് 50 രൂപയാണ് ഇവിടെ പാസ്. ഇവിടെ നിന്ന് നമ്മൾ 22 ഹെയർ പിന്ന് കയറിയാണ് ഹിൽ സ്റ്റേഷനിൽ എത്തുന്നത്. അവിടെയാണ് ഇതിൻ്റെ മുകളിലേക്കാണ് കയറേണ്ടത്. നല്ല കയറ്റമാണ്. പടികൾ താണ്ടി താണ്ടി വേണം മുകളിലേക്ക് കയറാൻ. നല്ല മഞ്ഞാണ്, നല്ല ക്ലൈമറ്റാണ്. നമ്മളിനി ഇതിൻ്റെ മുകളിലേക്ക് കയറുക. മഞ്ഞ് പെയ്യുന്നുണ്ടോ? ഈ കുത്തനെയുള്ള ഏറ്റം കയറുവാണ് ഞാൻ. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിൽ കയറി നോക്കാം. അൽസിയൊക്കെ അങ്ങ് മുകളിൽ നിൽപ്പുണ്ട്. ഹായ്, കയറട്ടെ. പൊന്മുടിയുടെ ഏറ്റവും ടോപ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. മനോഹരമായ കാഴ്ച, അതിമനോഹരം. കണ്ടോ? ഊട്ടിയിലെ കൊടൈക്കനാലിലൊന്നും പോയാൽ ഇതുപോലുള്ള കാഴ്ചയൊന്നും കാണാൻ പറ്റത്തില്ല. നമ്മൾ തിരുവനന്തപുരം ജില്ലയിലെ പൊന്മുടിയിലേക്ക് വന്നാൽ മതി കേട്ടോ. കണ്ടോ മഞ്ഞുമഴ? എന്തൊരു മനോഹരമായി ഇത് കാണാൻ. ഒന്നും കാണുന്നില്ല കേട്ടോ. മഞ്ഞിങ്ങനെ വന്ന് മൂടി. ഞാൻ കുറച്ചുകൂടെ മുകളിലേക്ക് പോകാൻ കയറിയതാണ്, പക്ഷേ എനിക്ക് പറ്റുന്നില്ല. അത്രയ്ക്ക് മഞ്ഞ് കാറ്റടിക്കുന്നു. വഴിയൊന്നും കാണുന്നില്ല, മഞ്ഞ് മൂടി. വാ. വടക്കേന്ത്യക്കാരാണ്. അവരൊക്കെ എൻജോയ് ചെയ്യുവാണേ. ഇവിടെ ആയിരുന്നു കയറേണ്ടത്. മഞ്ഞുകാറ്റ് കാരണം ഞാൻ കയറിയില്ല. ഞാൻ തിരിച്ചിറങ്ങുവാണ്. കാരണം കാലൊന്നും ബാലൻസ് കിട്ടുന്നില്ല. കുറച്ച് കുത്തനെയുള്ള കയറ്റമാണ്. അതിൻ്റെ മുകളിൽ കയറി നിന്നാൽ നമുക്ക് ഈ കാഴ്ചകളൊക്കെ അതിമനോഹരമായിട്ട് കാണാം. വരാടിൻ്റെ അവിടെ പോകണം. എമ്പശി ഇരുന്ന് കരയും ഒറ്റയ്ക്ക്. കേട്ടോ ശബ്ദം? കേട്ടോ? നമുക്ക് ബസ്സിൽ വരുന്നവർക്ക് വേണമെങ്കിൽ നമുക്ക് തിരുവനന്തപുരത്തു നിന്നും അടൂരിൽ നിന്നൊക്കെ ബസ്സുണ്ട്. ബസ് പൊന്മുടി വരെ വരുന്നുണ്ട്. ഇവിടാണ് ബസ് സ്റ്റോപ്പ്. പിന്നെ 3D തിയേറ്ററും 3D ഒക്കെ ഉണ്ട് ഇവിടെ. ഇതാണ് പൊന്മുടിയിലെ ലൂക്ക. പൊന്മുടി ഹിൽ സ്റ്റേഷൻ. ഭയങ്കര തിരക്കാണെന്ന്. ഇപ്പം മൂന്നാറിലൊന്നും പോകാതെ ജനങ്ങളൊക്കെ ഇങ്ങോട്ടാണ് വരുന്നത്. ഇതാണ് ബസ് സ്റ്റോപ്പ്.
ഞാൻ കയറിയപ്പോൾ വന്നില്ല. ചാടി ചാടി നമുക്ക് കയറാം. കൊച്ചു കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് കയറാൻ പറ്റും. ഇനി ഈ പാറയാണ് അടുത്ത ടാസ്ക്. നമ്മൾ ഇങ്ങനെയാണ് ഞാൻ കയറാൻ പോകുന്നത്. അതുവഴി കയറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ കയറി പാറയുടെ ചരിവിൽ കൂടാണ് നമ്മൾ കയറി ഇതിൻ്റെ ടോപ്പിലെത്തുന്നത്. ഈ ഒരു പാറ ഞാൻ നെല്ലിയാമ്പതി പോയപ്പോൾ കണ്ടിട്ടുണ്ട്, ഇങ്ങനൊരു പാറ. അത് നമ്മളെ നെല്ലിയാമ്പതിയുടെ ഏറ്റവും ടോപ്പിൽ നമ്മൾ ഓഫ് റോഡ് പോകുമ്പോഴാണ് ഇതേപോലെ ഒരു കാഴ്ച കാണുന്നത്. അപ്പം ഇങ്ങനെ കയറിയിട്ട് അധികം ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല. കണ്ടോ മഞ്ഞ്? ഇത് നമ്മൾ നെല്ലിയാമ്പതി പോകുമ്പം ഇതേപോലെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോഴേ നിങ്ങൾ ഇവിടേക്ക് വന്നാൽ ഒട്ടും നിരാശരാകില്ല. കണ്ടോ, ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. പരസ്പരം നമുക്ക് കാണാൻ പോലും കഴിയില്ല, അത്രയ്ക്കും മഞ്ഞാണ്. തന്നെ ഉണ്ട് സ്റ്റോപ്പ്, എങ്ങോട്ടേക്കും പോകണ്ട. അവിടെ നിന്ന് ഇറങ്ങി ഞാൻ നിങ്ങളൊരു ട്രിപ്പ് പോകാൻ ആഗ്രഹിക്കുന്നവരാണ് കുറച്ച് ദിവസം കഴിഞ്ഞാൽ മഴയൊക്കെ ആണെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. അടിപൊളി സ്ഥലമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അമ്മച്ചി കയറി വന്നോ? അമ്മച്ചിക്ക് കയറാമെങ്കിൽ പിന്നെ നമ്മൾക്കൊന്നും ഇവിടുന്ന് കയറിയാലോ. ഒഴുകി എത്തുവാണ്. ഇത് എങ്ങനെ അറിഞ്ഞിട്ട് വന്നതാണോ അല്ലാതെ വന്നതാണോ എന്നറിയില്ല. ഇന്ന് ഇവിടെ മഞ്ഞ് കൂടിയിട്ടുണ്ടേ. കറുത്ത് കാണുന്നതൊക്കെ മഞ്ഞിൻ്റെ ഇതാണ്. ഇറങ്ങാൻ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ, കയറാൻ ഒരു ഇച്ചിരി ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. വീണ്ടും പറയുകയാണ്, നിങ്ങൾ മൂന്നാറും ഊട്ടി കൊടൈക്കനാൽ അങ്ങനൊന്നും പോകാതെ ഈ പൊന്മുടിയിലേക്ക് വരൂ. ഈ മഞ്ഞ് വസന്തം കണ്ടിട്ട് പോരൂ. ചരിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടൊന്നും തോന്നില്ല. നമുക്ക് ഇങ്ങനെ പടമിങ്ങനെ ഇറങ്ങി പെട്ടെന്ന് താഴേക്ക് എത്താൻ പറ്റും. ഇതേ കണ്ടോ, എനിക്ക് കോടയുടെ ഇതുകൊണ്ട് കണ്ണ് പോലും കാണുന്നില്ല. അത്രയ്ക്കും മഞ്ഞ് വന്നിട്ട് മുഖത്തേക്ക് അടിക്കുവാണ്. ഞാൻ വീഡിയോയുടെ റീച്ച് കൂട്ടാൻ വേണ്ടി പറയുമല്ല. ഇന്ന് പൊന്മുടിയുടെ അവസ്ഥ, ഇന്ന് മെയ് 2024 മെയ് 14 ഇന്നത്തെ കാഴ്ചയാണിത്. പൊന്മുടിയിൽ മഞ്ഞിൻ്റെ വസന്തമൊരുക്കി ടൂറിസ്റ്റുകളെ മാടി വിളിക്കുന്ന ഇതാണ് പൊന്മുടിയുടെ ഇന്നത്തെ അവസ്ഥ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. ഇന്ന് നമ്മളിവിടെ വളരെ യാദൃച്ഛികമായിട്ട് വന്നതാണ്. വേറൊരു വഴിക്ക് നമ്മൾ ഗവിയിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ അവിടെ പാസ് കിട്ടാത്തത് കൊണ്ടാണ് നമ്മൾ നേരെ ഇവിടേക്ക് വിട്ടത്. വന്നിട്ട് നമുക്കൊട്ടും വിഷമിക്കേണ്ടതായിട്ട് വന്നിട്ടില്ല, സന്തോഷിക്കേണ്ടതായിട്ട്
പെതുക്കെ നമ്മൾ ഇറങ്ങുവാണ്. നിങ്ങൾക്ക് സൈക്കിളൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അത് രാവിലെ വരിക. ഇവിടെ ഗൈഡുണ്ട്. അങ്ങോട്ട് ചെന്ന് പോയപ്പോൾ ഇവിടെ ഒന്നും മഞ്ഞില്ലായിരുന്നു. ഇപ്പോൾ ഇവിടെ മൊത്തം മഞ്ഞ് മൂടിയിരിക്കുകയാണ്. ഞാൻ ബസ് സ്റ്റോപ്പൊക്കെ കാണിച്ച ഭാഗത്തൊക്കെ മഞ്ഞ് മൂടിയിരിക്കുകയാണ്. കണ്ടോ, സഞ്ചാരികളുടെ ഒഴുക്കാണിത്. നടന്നിട്ട് വന്ന ഭാഗത്തേക്ക് നടക്കുവാണ്. ഇതാണ് കയറി വരുന്ന ഒരു പോയിന്റ്. നമ്മൾ 24 വ്യൂ പോയിന്റ് കയറിയാണ് വന്നത്. ഇവിടേക്കൊക്കെ വന്നാൽ നമുക്ക് ഇരിക്കാനൊക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. താഴെ ടോയ്ലറ്റ് സൗകര്യമൊക്കെ ഉണ്ട്. ഈ താഴെ താമസിക്കാനൊക്കെ ഉള്ള സൗകര്യമുണ്ട്. അതേപോലെ ഐസ്ക്രീം പാർലർ, ടോയ്ലറ്റ്, എല്ലാ സൗകര്യവും ഇവിടെ ഉണ്ട്. ഇതാണ് ഐസ്ക്രീം പാർലറും ടോയ്ലറ്റും ഒക്കെ. ഞങ്ങൾ അടൂര്. ഇവിടെ മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ ടൂറിസ്റ്റുകളൊന്നും വരത്തില്ല അല്ലേ? ആ, ഇവിടെ സിനിമ ഷൂട്ടിംഗ് ഒക്കെ ഉണ്ട് ഇവിടെ. ആ, ഷോപ്പ്. ഇവിടെ വാഷ്റൂമിനും താമസിക്കാനൊക്കെ ഉള്ള സൗകര്യമുണ്ട്. ഐസ്ക്രീമും കോഫി എല്ലാം ഉണ്ട് ഇവിടെ. പൊന്മുടിയിൽ നിന്ന് താഴേക്ക് ഇറങ്ങുന്ന ഹെയർ പിന്നാണിത്. 24 ഹെയർ പിന്ന് കയറിയാണ് നമ്മൾ വന്നത്. ഇനിയിപ്പം നമ്മൾ കയറി വന്ന സമയം ഇത്രയും മഞ്ഞില്ലായിരുന്നു. 24 അല്ല, സോറി, 22 ഹെയർ പിന്ന് കയറി വന്നതാണ്. നമ്മൾ വന്നപ്പോൾ ഇത്രയും മഞ്ഞില്ലായിരുന്നു. ഈ ഇരു സൈഡിലും നമ്മൾ മഞ്ഞാണ് കാണുന്നത്. നമ്മൾ ഇനി ഇറങ്ങുവാണ്. കാരണം സഞ്ചാരികൾ ഇങ്ങനെ ഒഴുകിയതാണ്ട് കണ്ടില്ലേ, ഇങ്ങനെ ബൈക്കിലും ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുവാണ്. ബുള്ളറ്റിലൊക്കെ വരുന്നവർക്കാണെങ്കിൽ നല്ലതാണ് ഇവിടേക്ക് കയറാനും ഒക്കെ. അതുപോലെ കാറ്, ബസ് ഇതൊക്കെ യാത്ര ചെയ്യാൻ നല്ലതാണ്. പിന്നെ നമ്മുടെ KSRTC ഇവിടം വരെ വന്നത് മുമ്പേ ഞാൻ കാണിച്ചായിരുന്നല്ലോ. KSRTCയിൽ വരുന്നവർക്കാണെങ്കിലും നല്ലതാണ്. വണ്ടിയൊന്നും പരസ്പരം കാണാനൊന്നും പറ്റില്ല. ഇപ്പം സമയം എത്രയായി? 4 മണി കഴിഞ്ഞ്. 4 മണി കഴിഞ്ഞപ്പോൾ നല്ല കോടയുണ്ട്. വരുന്ന ഭാഗത്ത് കയറി വരുന്നിടത്തൊക്കെ കാഴ്ചകളൊക്കെ ഉണ്ട് ഒരുപാട് കാണാൻ. നിങ്ങൾ വണ്ടിയിലൊക്കെയാണ് വരുന്നതെങ്കിൽ നിർത്തി കാണാൻ കഴിയും. കാരണം വലിയ വണ്ടിയൊന്നും ഇവിടെ നിർത്താൻ പറ്റില്ല. ബൈക്കിലും ഒക്കെ വന്നാലേ ഇവിടെ നിർത്തി കാഴ്ചകൾ കാണാൻ പറ്റും. ഞാൻ പുകയിട്ടതൊന്നുമല്ല, പൊന്മുടിയിലെ മലനിരകളിൽ നിന്ന് വരുന്ന മഞ്ഞാണ്, കോട. ധാരാളം കപ്പിൾസ് വരുന്നുണ്ട്.